എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ, അതെന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്നു തരുന്നത് എന്തിനാണ്? കാർത്തിക പ്രദീപ് എന്ന തട്ടിപ്പ് വീരത്തേക്ക് പിടിവീണിട്ടും തെല്ല് മുളിപ്പില്ലാതെയായിരുന്നു ശബ്ദ സന്ദേശത്തിലെ ഈ മറുപടി. തട്ടിപ്പ് ചോദ്യം ചെയ്തവരോടായിരുന്നു 25-കാരിയുടെ രൂക്ഷ ഭാഷയിലുള്ള പ്രതികരണം. മേലാൽ ഇങ്ങനത്തെ വർത്തമാനം കൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ വരരുതെന്നും ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ശബ്ദ സന്ദേശം പുറത്തുവിട്ട പ്രമുഖ വാർത്താ ചാനലിനെ ഭീഷണിപ്പെടുത്താനും കാർത്തിക മടിച്ചില്ല. ഉളുപ്പില്ലായ്മ അന്തസ്സായി കൊണ്ടു നടക്കുന്നവരൊന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നിസ്സംശയം ആ കൂട്ടത്തിൽ തന്നെയാണ് കാർത്തികയുടെയും സ്ഥാനം. അതേസമയം കാർത്തിക പ്രദീപ് അത്ര ചെറിയ പുള്ളിയല്ലെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇവർക്ക് കൊട്ടേഷൻ ബന്ധമുണ്ടെന്നും കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് പണം നഷ്ടമായവരെ ഭീഷണിപ്പെടുത്തുന്നതായുമുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും വിശദമായ ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡി അപേക്ഷ ഇന്ന് സമർപ്പിക്കുമെന്നാണ് വിവരം. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് 5.23 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക പ്രദീപിനെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ വിവിധ ജില്ലകളിലായി 18ഓളം പരാതികളാണ് കാർത്തികയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇവരുടെ ഒരു പതിവ്. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കാർത്തിക ഇപ്പോൾ റിമാൻഡിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്നവരെ സ്വയം ഡോക്ടർ എന്നാണ് ഇവർ പരിചയപ്പെടുത്തിയിരുന്നത്. അതിനിടെ കാർത്തിക യുക്രൈനിൽ നിന്ന് MBBS പഠനം പൂർത്തീകരിച്ചു എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ ഇവർ ചില ആശുപത്രികളിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങളും പുറത്താകുന്നുണ്ട്. എന്തായാലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തതയുണ്ടാകൂ. അതിനായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്കുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് പോലീസ്. കാർത്തികയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ്. ഫോൺ കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. കേസിൽ കാർത്തികയ്ക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സൂചന. തട്ടിപ്പ് നടത്തുന്നതിനായി ഉപയോഗിച്ച ഇവരുടെ ബാങ്ക് അക്കൗണ്ട് രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം കാർത്തിക പ്രദീപിന് കൊട്ടേഷൻ ബന്ധമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കൂടാതെ പണം നഷ്ടമായവരെ കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും വിവരങ്ങളുണ്ട്. എറണാകുളം പുല്ലേപ്പടിക്ക് സമീപത്താണ് കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടറാണെന്ന് പറഞ്ഞാണ് ഇവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നതും. ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. ഇത്തരം ജോലി വാഗ്ദാനങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാതയോരങ്ങളിൽ വലിയ ബോർഡുകൾ സ്ഥാപിച്ചുമൊക്കെ പരസ്യം ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം. സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത്. ഇവരൊരുക്കിയ തട്ടിപ്പിൽ വീണതിലേറെയും സ്ത്രീകളാണ്. തട്ടിപ്പിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലും സ്റ്റാർ ആണ് കാർത്തിക. ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് 13,000-ലേറെ ഫോളോവേഴ്സ് ഉണ്ട്. കാർത്തികയുടെ റീൽസിനും വീഡിയോകൾക്കുമെല്ലാം സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ആരാധകർ. വിദേശ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ തൊഴിലവസരമുണ്ടെന്നായിരുന്നു കാർത്തികയുടെ തട്ടിപ്പ് സ്ഥാപനത്തിന്റെ പ്രധാന വാഗ്ദാനം. സോഷ്യൽ വർക്കർ ഉൾപ്പെടെയുള്ള ജോലികളും വാഗ്ദാനം ചെയ്തിരുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇത്തരത്തിൽ 3 മുതൽ 8 ലക്ഷം രൂപ വരെയാണ് പ്രതി കൈക്കലാക്കിയിരുന്നത്. 2022-ലും ജോലി തട്ടിപ്പ് പരാതിയിൽ കോഴിക്കോട് ഫറൂഖ് സ്റ്റേഷനിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ബിഗ് വിങ്സ് എന്ന അർമേനിയൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ പാർട്ണർ എന്ന് വിശ്വസിപ്പിച്ചാണ് അന്ന് പണം തട്ടിയത്. പുതിയ കേസ് വന്നതോടെ ഒളിവിൽ പോയ കാർത്തികയെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് നിന്ന് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ കൊച്ചിയിലെത്തിച്ച ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലയാളിയായ സഹപാഠിയിൽ നിന്ന് പണം തട്ടിയ കേസിനെ തുടർന്ന് യുക്രൈനിലെ പഠനം പൂർത്തിയാക്കാതെ മടങ്ങിയതാണ് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ സ്വദേശിനിക്ക് UK-യിൽ സോഷ്യൽ വർക്കർ ജോലി വാഗ്ദാനം ചെയ്ത് 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പലപ്പോഴായി ഗൂഗിൾ പേ, നെഫ്റ്റ് എന്നിവ മുഖേന 5.23 ലക്ഷം വാങ്ങുകയായിരുന്നു പ്രതി. മാസങ്ങൾ കാത്തിരുന്നിട്ടും വീസ ലഭിക്കാതായതോടെ യുവതി സെൻട്രൽ പോലീസിൽ പരാതി നൽകി. ഇടയ്ക്ക് പ്രമുഖ മലയാള സീരിയൽ നടിയുടെ സഹോദരനെ വിവാഹം കഴിക്കാനും ശ്രമിച്ചു. നിശ്ചയം വരെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നീട് തന്നെ പറ്റിച്ചുവെന്ന് ഭാവി വരൻ തിരിച്ചറിഞ്ഞു. ഇതോടെ ആ കല്യാണം മുടങ്ങി. കോഴിക്കോട് നിന്ന് മറ്റൊരു വിവാഹം കഴിഞ്ഞു. ഭർത്താവിന്റെ സഹോദരന്റെ സ്കോട്ട്ലൻഡിലെ മരണവും ദുരൂഹമായി തുടരുകയാണ്. ഇതിന് പിന്നാലെയായിരുന്നു തട്ടിപ്പ് കേസിൽ കാർത്തികയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക തട്ടിപ്പിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ കാർത്തികയെ കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് നിന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷന് പുറമെ കോഴിക്കോട്, വടകര, തൃശൂർ എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും യുവതിക്കെതിരെ കേസുകളുണ്ട്. സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ്. ഇതിനിടെയാണ് കാർത്തിക
വ്യാജ ഡോക്ടറാണോ എന്ന സംശയം ഉയർന്നത്. അതിനിടെ കാർത്തികയ്ക്കെതിരെ നിരവധി പരാതികളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഡോക്ടറാണെന്ന് അവകാശപ്പെട്ടാണ് കാർത്തിക പ്രദീപ് പരിചയം സ്ഥാപിച്ചിരുന്നത്. പുല്ലേപ്പടിക്ക് സമീപത്തായിരുന്നു കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി പ്രവർത്തിച്ചിരുന്നത്. ഓസ്ട്രേലിയ, ജർമ്മനി, UK, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ തരപ്പെടുത്തി നൽകാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുകയുള്ളൂ, അത് എൻ്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ് എന്നാണ് ഓഡിയോ ക്ലിപ്പിൽ യുവതി ചോദിക്കുന്നത്. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തേ താൻ കൂടുന്നുണ്ടോ? ഇത്ര നാളും പ്രതികരിച്ചില്ലെന്ന് കരുതി മെക്കിട്ട് കയറരുതെന്ന്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? മേലാൽ മെസ്സേജ് അയച്ചാലുണ്ടല്ലോ തുടങ്ങിയ ഓഡിയോ പുറത്തു വന്നതും കാർത്തികയുടെ MBBS അവകാശവാദത്തെ സംശയനിഴലിലാക്കുന്നുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് സ്ത്രീകളടക്കം ഒട്ടേറെ പേരിൽ നിന്ന് യുവതി പണം തട്ടിയെന്നായിരുന്നു പരാതിയിലുണ്ടായിരുന്നത്. UK-യിൽ സോഷ്യൽ വർക്കർ ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം. ഇതിനായി പല തവണകളായി 5.23 ലക്ഷം രൂപ യുവതിയിൽ നിന്ന് കൈപ്പറ്റി. ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ UPI ഇടപാടുകളിലൂടെയുമായിരുന്നു പണം കൈപ്പറ്റിയത്. എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് തൃശൂർ സ്വദേശിനി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി കാർത്തിക മുങ്ങുകയായിരുന്നു. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊച്ചിയിൽ മാത്രം 30 ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത്. കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ പോലീസ് പറയുന്നു. വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. എറണാകുളത്തിനു പുറമെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിക്ക് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തിയിരുന്നു. വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ആവശ്യമായ ലൈസൻസ് കാർത്തിക പ്രദീപിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനത്തിലില്ലെന്ന് വിദേശ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രേഷൻസും അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.